ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുരിങ്ങയില തോരനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ ഫുഡാണെന്ന്. അപ്പോൾ ഇത് എങ്ങനെ എളുപ്പത്തിലും രുചിയിലും നല്ലൊരു തോരൻ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കൊരു 4 ചുവന്നുള്ളി വേണം കേട്ടോ അതിന്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ഉണക്കമുളകും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പച്ചമുളകോ ഉണക്കമുളകോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് 2 ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അതൊന്ന് ചുവന്ന് വരട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ എണ്ണ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. നമ്മളിത് ഹെൽത്തി ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ചേർത്തത്. ഒരു സ്പൂണും കൂടിയൊക്കെ ചേർക്കട്ടെ. ഇത് ഇത്ര ആയാൽ മതി കേട്ടോ. നല്ലോണം ഇതാവൊന്നും വേണ്ട, ചോക്കൊന്നും വേണ്ട. ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ സാധാരണ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിയുടെ വെള്ളമില്ലേ, ചോറൊക്കെ വറുത്താണ്, അതാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി പാകത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മുരിങ്ങയില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് കിട്ടുമ്പോഴൊക്കെ നമ്മൾ കഴിക്കണം. അത്രയ്ക്കും നല്ലതാണ്. കണ്ണിൻ്റെ ഒക്കെ ആരോഗ്യത്തിനും എല്ലാം നമുക്ക് മുരിങ്ങയില വളരെ നല്ലതാണ്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ നന്നായി കത്തിച്ചാൽ മതി കേട്ടോ. അടച്ച് വെക്കണം എന്നൊന്നുമില്ല. മുരിങ്ങയില പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ മുരിങ്ങയില കുക്കായി കിട്ടും. ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വേവൊന്നും വേണ്ട, ഒരു പാകത്തിന് വേവായാൽ നമുക്ക് ഇറക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയി. ഇതൊരു താളിപ്പാണ് കേട്ടോ മുരിങ്ങയില. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.